ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലിഥിയം ബാറ്ററി ഇൻവെർട്ടറാണ്. ഈ ലിഥിയം ബാറ്ററി ഇൻവെർട്ടർ നമുക്ക് സോളാറും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ലിഥിയം ബാറ്ററി ഇൻവെർട്ടറും കൂടെയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ്. നമ്മളിതിൻ്റെ UTL എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇതിൻ്റെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒറ്റ ഇതിൽ വരുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ഇൻവെർട്ടറും ബാറ്ററിയും സെപ്പറേറ്റ് വരുന്ന മോഡലാണ്. മറ്റതിനേക്കാളും കുറച്ചുകൂടെ റേറ്റും കൂടെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടും. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ലിഥിയം ബാറ്ററി ഇതാണ്. ഇത് നമുക്ക് 100Ah 12.8 വോൾട്ട് 100Ah ലിഥിയം ബാറ്ററിയാണ്. സാധാരണ ഒരു ഏകദേശം ഒരു 150Ah ലെഡ് ആസിഡ് ബാറ്ററിയുടെയൊക്കെ സെയിം ആയിട്ടുള്ള ബാക്കപ്പ് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 kVA വരുന്ന ഇൻവെർട്ടറാണ്. ഗാമ പ്ലസ് എന്ന് പറയുന്ന ഇൻവെർട്ടറാണ്. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് സോളാർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് 1000 വാട്ട്സ് വരെ സോളാർ പാനൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കുറേ അഡീഷണൽ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ബാറ്ററിക്ക് നമുക്ക് വരുന്ന ഏകദേശം 5 വർഷമാണ് വാറണ്ടി വരുന്നത്. ഇൻവെർട്ടറിന് നോർമലി 2 വർഷമാണ് വാറണ്ടി വരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ഓഫറുണ്ട്. 3 ഇയർ ഇപ്പം ഈ ടൈമിൽ നമുക്ക് വാറണ്ടി കിട്ടുന്നുണ്ട് ഇൻവെർട്ടറിന്. അതെല്ലാം ഓൺസൈറ്റ് വാറണ്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ഈ ഒരു റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അപ്പം ഏകദേശം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഏകദേശം ലൈഫൊക്കെ ഒരു മാക്സിമം ഒരു 8-10 വർഷമൊക്കെ ആയിരിക്കും നമുക്ക് ബാറ്ററിക്ക് ഒരു ആവറേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്ത് നോക്കിയാലേ ഉള്ളൂ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇൻവെർട്ടർ ഏകദേശം ഒരു 5-6 വർഷമായിട്ട് തന്നെ മാർക്കറ്റിലുള്ളതാണ്. എനിക്കൊന്ന് 2017 മുതലെങ്ങാണ്ട് ഇൻവെർട്ടർ അവൈലബിൾ ആണ്. നമ്മൾ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് 2018 കാലഘട്ടത്തിൽ നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നുപോലെ ഇൻവെർട്ടർ ഉള്ളതാണ്. ഇപ്പോൾ ഈ ബാറ്ററി ഇറങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മിച്ചമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ബാറ്ററി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു കോമ്പാക്റ്റബിൾ പ്രോഡക്റ്റാണ്. നമുക്കിത് ഭിത്തിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ നിലത്ത് വെക്കാം. ഭിത്തിയിൽ വെക്കുന്നതായിരിക്കും കൂടുതലും കോമ്പാക്റ്റബിൾ ആയിട്ട്, കാരണം ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഭിത്തിയിൽ വെക്കുന്ന രീതിയിലാണ് ഇവർ കൂടുതലും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർ കമ്പനി അവകാശപ്പെടുന്നത് ഇപ്പോൾ ലൈഫ് സൈക്കിൾ കൂടുതലുണ്ടെന്നാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം ലെഡ് ആസിഡ് ബാറ്ററിയേക്കാളും നമുക്ക് ലിഥിയം ബാറ്ററിക്ക് ലൈഫ് കൂടുതലായിരിക്കും. ലെഡ് ആസിഡ് ബാറ്ററി ഇപ്പോൾ ഉള്ള ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ മാക്സിമം നമുക്കൊരു 5 വർഷമൊക്കെ ഇപ്പോഴുള്ള ലെഡ് ആസിഡ് ബാറ്ററിയൊക്കെ കിട്ടുള്ളൂ. നമുക്ക് പണ്ട് കാലത്തൊക്കെ കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടുമായിരുന്നു. പിന്നെ അതുപോലെ ലോങ് ബാറ്ററി ലൈഫാണ് പറയുന്നത്. അതുപോലെ പ്രിസ്മാറ്റിക് സെല്ലാണ് ഇവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അതുപോലെ മെയിൻ്റനൻസ് ഫ്രീ ആണ്. അതായത് നമ്മൾ ബാറ്ററി വെള്ളം ഒഴിക്കുകയോ അങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒന്നുമില്ല. അതുപോലെ ബാറ്ററി ലീഡ് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള മെയിൻ്റനൻസ് ഒന്നും വേണ്ട. അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററിയെ സംബന്ധിച്ച് ഫാസ്റ്റ് ചാർജിങ് ആണ്. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് BMS ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് നമുക്കൊരു എക്സ്ട്രാ MCB പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈ എഫിഷ്യൻസി ഇത്രയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ഇതിനൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഇപ്പോൾ ചാർജിങ് ആണെങ്കിൽ ചാർജിങ് ആംബിയർ ആണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചാർജിങ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്ചാർജിങ് എന്ന് വരും. അതുപോലെ തന്നെ ഇതിനകത്ത് ടെമ്പറേച്ചറും വരുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ആംബിയർ മൈനസ് ആവുന്നതായിരിക്കും. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിത് മെയിൻസ് ഓഫ് ചെയ്തു. ഇപ്പോൾ ഡിസ്ചാർജിങ് ആയി. ഇപ്പോൾ ഡിസ്ചാർജിങ് -6 ആംബിയർ ഡിസ്ചാർജിങ് എന്നും വന്നു. -6 ആംബിയർ നമുക്ക് ഡിസ്ചാർജിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. പക്ഷേ ഈ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളതുകൊണ്ട് ഒരു 2-3 ചാർജിങ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജിങ് ഒക്കെ കഴിഞ്ഞാലേ ഈ ഗ്രാഫൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ ഫസ്റ്റ് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത ഉടനെയാണ് നമ്മളിതിൻ്റെ വീഡിയോ എടുക്കുന്നത്. നമുക്ക് പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാനുള്ള ഓരോ പോർട്ട് വരുന്നുണ്ട്. അത് സാധാരണ ബാറ്ററി വരുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഇത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട്. നമുക്കിത് ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ ഒരു MCB പ്രൊട്ടക്ഷന് വേണ്ടി ഒരു MCB കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം MCB ഓൺ ചെയ്തതിന് ശേഷം വേണം ഈ ഓൺ ഓഫ് സ്വിച്ച് ഓൺ ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ നമ്മൾ കണ്ടിന്യൂസ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സ്റ്റാൻഡ് ബൈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നോർമലി ഇങ്ങനെ കിടക്കുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇൻവെർട്ടറിലേക്ക് വരുവാണെങ്കിൽ ഇൻവെർട്ടർ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയും ലിഥിയം ബാറ്ററിയും സപ്പോർട്ട് ചെയ്യുന്ന ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സ്വിച്ചിൽ നമ്മൾ കണ്ടിന്യൂസ് നമ്മൾ 3 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഡ് ആസിഡും ലിഥിയം ഓപ്ഷൻസ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. രണ്ടിനും 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ കൊടുക്കാൻ പറ്റുന്ന IT മോഡ്, അതുപോലെ തന്നെ നമുക്ക് ബൂസ്റ്റ് ചാർജിങ് പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് എപ്പോഴും കറണ്ട് പോകുന്നതാണ് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഗ്രിഡ് ചാർജിങ് അതുപോലെ ജനറേറ്റർ എന്നുള്ള ചാർജിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കറണ്ട് ഇപ്പോൾ സോളാർ വെക്കുവാണെങ്കിൽ
നമുക്ക് കറണ്ട് എന്നുള്ള ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ ടെക്നോ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിപ്പോൾ സോളാർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സോളാർ 1000 വാട്ട്സ് വരെ സോളാർ പാനൽ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ സോളാറിൻ്റെ പാനൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്താൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിവേഴ്സ് പൊളാരിറ്റി കാണിക്കുന്ന ഒരു LED നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഔട്ട്പുട്ടിന് ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു AC റീസെറ്റ് സ്വിച്ച് ഏതെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇത് നമുക്ക് പുറത്തോട്ട് തള്ളി വരും. ഇതൊന്നുകൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഫ്യൂസായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, റീസെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഫാനോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയുമാണ് ഇതിൻ്റെ അകത്ത് ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വേറൊരു ഫാനും കൂടെ നമുക്ക് വരുന്നുണ്ട്. 2 ഫാന് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നുണ്ട്. ഒരെണ്ണം MPPTക്കും ഒരെണ്ണം ഇൻവെർട്ടറിനും വരുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റിലേക്കാണ് പോകാം. ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പേസ് കുറവാന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു മലഞ്ചരക്ക് വ്യാപാരം ചെയ്യുന്ന ഒരു കടയാണ്. അപ്പോൾ ഈ കടയിലാണെങ്കിൽ പോലും നമ്മൾ താഴെ ബാറ്ററി ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇവർക്ക് ആ സ്പേസ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ നമുക്കിത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് മതി. അതുപോലെ തന്നെ നമുക്ക് ഇത് മെയിൻ്റനൻസ് ഒന്നും വേണ്ട. നമുക്കറിയാം ഇപ്പോൾ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ ബാറ്ററി വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വീടുകളാണെങ്കിൽ പോലും ഇപ്പോൾ മിക്ക വീടുകളും പ്രായമായ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ബാറ്ററി വെള്ളം ഒഴിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബാറ്ററി വെള്ളം ഒഴിക്കേണ്ട, സ്പേസ് കുറച്ച് മതി. അതുപോലെ നമുക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും. കാരണം നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിലേക്ക് ഒരു യൂണിറ്റ് കറണ്ട് കൊടുത്താൽ ഒരു ആവറേജ് ഒരു 60.6 ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അതായത് ഒരു 60% ഉള്ളൂ നമുക്ക് എഫിഷ്യൻസി പറയാൻ പറ്റുള്ളൂ. ബാക്കി 40% നമുക്ക് ലോസ് വരും. പക്ഷേ ലിഥിയം ബാറ്ററിയെ സംബന്ധിച്ച് നമുക്കൊരു ആവറേജ് ഒരു 5% ഒക്കെ ഉള്ളൂ ലോസ് വരുള്ളൂ. ഒരു യൂണിറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 0.95 നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറണ്ട് ചാർജിൽ ലാഭം കിട്ടും. പിന്നെ നമുക്ക് കടകളൊക്കെ ആണെങ്കിലും നമുക്ക് പകലാണല്ലോ കടകൾക്കൊക്കെ എപ്പോഴും വർക്കിങ്. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഇതിലേക്ക് സോളാർ പാനൽ കൊടുത്താൽ നമുക്ക് കറണ്ട് ബില്ല് വളരെ നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. കാരണം കൊമേഴ്ഷ്യലി വരുമ്പോൾ ഏകദേശം 7,000 രൂപയ്ക്ക് മേളിലോട്ടൊക്കെയാണ് നമ്മുടെ കറണ്ട് ചാർജ് വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ്, ഫാന്, അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ കൊടുത്ത് ഒരു ഓഫീസ് റൺ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പ് റൺ ചെയ്യിക്കാനോ ഒക്കെ സോളാറും കൂടെ ബാക്കപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം മിക്ക സ്ഥലങ്ങളിലും ചിലപ്പോൾ ടച്ച് വെറ്റിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഫുള്ള് നമുക്ക് കറണ്ട് പോകുന്ന അവസ്ഥയൊക്കെയുണ്ട്. നമുക്ക് ഇതിലാകുമ്പോഴത്തേന് അങ്ങനെയുള്ള സോളാർ പാനലിൻ്റെ ബാക്കപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് കറണ്ട് പോയാലും നമ്മുടെ ഷോപ്പിൽ അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. അങ്ങനെയുള്ള ബെനിഫിറ്റ് എല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്നുള്ളൊരു ബെനിഫിറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചുരുക്കമാണ്. ഡീറ്റെയിൽ വീഡിയോസ് ഇതിന് മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.